നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ ഗ്രേവിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കറുത്ത ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്ക് ഈ മസാലകളൊക്കെ ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ട് മീഡിയം സവാള, 10-15 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു 4-5 പീസ് കശുവണ്ടി, ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം ഒന്നും വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഒരു ഗ്രൈൻഡറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സവാളയൊക്കെ വാട്ടിയ അതേ ഫ്രൈ പാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസ്, ഒരു 8-10 ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ക്യാരറ്റ്, 1 കപ്പ് കുക്ക്ഡ് ഗ്രീൻ പീസ്. ഇനി കുക്ക്ഡ് ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രോസൺ മട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. 2 കിഴങ്ങ്, കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് എന്നിവ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പകുതി കോളിഫ്ലവറാണ് ഇതിനകത്തേക്ക് ചേർത്തേക്കണേ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് ഒരു 3 മിനിറ്റോടെ കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റാണിത്. തക്കാളി, സവാള, കാഷ്യൂനട്ട്, ഗാർലിക്, ജിഞ്ചർ എല്ലാം കൂടി അടിച്ച ആ ഒരു പേസ്റ്റാണിത്. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ച, അതായത് റോസ്റ്റഡ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് വറുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ ഇതേക്കൂട്ട് പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആ പച്ചക്കറിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മതി. ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 50 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് തുറന്ന് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രീമിന് പകരം കുറച്ച് പശുമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്ത് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ മിക്സഡ് വെജിറ്റബിൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.